ഇന്ന ജെൻഡർ എന്നൊന്നും പറയുന്നില്ല, ഈക്വൽ ആയിട്ട് ഇങ്ങനെയാണ് ഇവിടെ. മെറീനയ്ക്ക് എന്തോ കുഴപ്പമുണ്ടായിട്ടാ, അല്ലെങ്കിൽ മെറീനയ്ക്ക് എന്തോ കുറവുണ്ടായിട്ടായിരിക്കും അവര് മെറീന ഗസ്റ്റ് ആയിട്ട് വന്നാൽ ഞാൻ ഷോ ചെയ്യില്ല എന്ന് പറയുന്നു. ഞാനങ്ങനെ വിചാരിക്കില്ല, അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നത്. അതെ, ബിക്കോസ് നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ അവരെ ഒരു എന്താ പറയാ, അവരുടെ വർക്ക് പാറ്റേൺ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മൾ ക്ലാസിഫൈ ചെയ്യാണല്ലോ, ഇന്ന ആൾ ഇങ്ങനെയാണ്, ഇന്ന ആൾ ഈ ഒരു റേഞ്ചിലാണെന്ന് നമ്മളാണല്ലോ ക്ലാസിഫൈ ചെയ്യുന്നത്. എനിക്ക് തോന്നില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഒരാളെടുത്ത് അങ്ങനെ ഒരു ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ബാഡായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ നീഡ് ഹെൽപ്പ്, അവർക്ക് ഹെൽപ്പ് വേണം. എന്നിട്ട് ഇപ്പൊ അവര് മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടും അവര് മറ്റുള്ളവരെ കാണുമ്പോ എനിക്ക് ചിരി വരും. കാരണം അതാ പറഞ്ഞ, അപ്പൊ അത് ഫേക്ക് ആയിരിക്കും അല്ലേ? ഫേക്ക് ആണ്. അല്ലാണ്ട് ഇപ്പൊ ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാനത് കാണുമ്പോ എന്റെ അവസ്ഥ ചേച്ചി ശരിക്കും ശരിക്കും ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ നമ്മളെ കണ്ടുമുട്ടുമ്പോഴൊക്കെ ഷീസ് ബിഹേവിംഗ് ലൈക്ക് പഴയ പോലെ. ബട്ട് ഐ നോ ലൈക്ക് ഇതിങ്ങനെ നടന്നിട്ട് ഒരുപക്ഷെ ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ടാവില്ല, ആ വ്യക്തി മെറീനെ ഇങ്ങനെ തള്ളി പറഞ്ഞ കാര്യം മെറീനയ്ക്ക് അറിയാമെന്നുള്ളത് അല്ലേ? അതുകൊണ്ടായിരിക്കും അവര് മെറീനെ കാണുമ്പോഴൊക്കെ വളരെ ക്ലീൻ സ്നേഹത്തോടെ നിന്നിട്ട് ബാക്കിലൂടെ അവരിങ്ങനെ ഇത് ചെയ്യുന്നതും. മെറീന ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിരുന്നപ്പം വേറൊരു സൂപ്പർ സ്റ്റാർ വന്നിട്ട് വണ്ടി ഡോറ് ഭയങ്കര ലൗഡായിട്ട് അവര് കൊട്ടിയടിച്ചു എന്നുള്ളത്, ആ ഇൻസിഡന്റ് എന്തായിരുന്നു? അത് ഫീമെയിൽ തന്നെയായിരുന്നു. ആണോ? അത് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ എനിക്ക് അറിയില്ല. ഐ കാൻ കോൾ ഹർ സൂപ്പർ സ്റ്റാർ. ഷീ ഈസ് ജസ്റ്റ് ആൻ അപ്കമിങ് സ്റ്റാർ. അപ്പം അതും ഇതേപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായപ്പോ എനിക്കിതാ പ്രശ്നം, ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നുള്ള സംഭവം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് മെറീനയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു ഡോർ അടച്ചത്, അതോ? ഞാൻ മാത്രമേ വണ്ടിയിലുണ്ടായിരുന്നു. അതെ അതെ. പക്ഷെ അന്ന് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ചേട്ടന് പോലും അത് സങ്കടമായി. എന്നിട്ട് ആ പുള്ളി പറഞ്ഞു, എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല, അപ്പൊ അതൊന്നും പറയാമോ? എന്താ ഇൻസിഡന്റ്? ഞങ്ങള് ഒരു മൂവി ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പം ഒരു 100 മീറ്റേഴ്സ് അപ്പുറത്തേക്ക് ഷൂട്ടുള്ളൂ. വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല, നടന്നു പോകാനുള്ളതേ ഉള്ളൂ സത്യം പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം മേക്കപ്പ് കഴിഞ്ഞ് റെഡി ആയപ്പം അതിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് ഡ്രൈവറുടെ സൈഡിലെ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഷീ ഫെൽറ്റ് അപ്സെറ്റ്. അപ്പൊ എനിക്കത് മനസ്സിലായി. ഇപ്പൊ ചില ആളുകൾക്ക് ഉണ്ട് ഇങ്ങനെ അപ്സെറ്റ് ആവുന്ന ഒരു പരിപാടി. ഇതിനു മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, വിച്ച് ഇസ് ഫ്രം എ മെയിൽ. അപ്പം ഈ കാര്യം എന്താ വെച്ചാൽ ഞാനപ്പോ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇങ്ങനെ 100 മീറ്റേഴ്സ് ഷൂട്ടുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിലിരുന്നു. ലെറ്റ് ഷീ കം ആൻഡ് സിറ്റ് ഇൻ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഫ്രണ്ടിൽ ആളിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഫോണിൽ കളിക്കും. അപ്പൊ നമുക്ക് ഒരാൾ ഡോർ തുറക്കുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പൊ ആളുടെ ക്യാരവാന്റെ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എന്റെ ഒരു പൊസിഷൻ ഇരിക്കുന്നത്. ഞാൻ ഫോണിൽ കളിക്കുമ്പോൾ ആള് തുറന്ന് എന്നെ കണ്ട ഉടനെ ആള് വാതിലടച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വെച്ചു, ദൈവമേ ഇന്നലെ ഫ്രണ്ടിലിരുന്നായിരുന്നല്ലോ പ്രശ്നം, ഇന്നിപ്പോ എന്താ പ്രശ്നം എന്ന്. അപ്പൊ അസിസ്റ്റന്റ് വന്നിട്ട് പറഞ്ഞു അടുത്ത വണ്ടി വിട്ടോളാൻ. അപ്പൊ ക്യാരവാനിലെ ചേട്ടൻ അപ്സെറ്റ് ആയി, ആൾക്ക് സങ്കടമായി. ആൾ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. ആള് പറഞ്ഞു എന്തായാലും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നിട്ട് പുള്ളി എന്തൊക്കെയോ പുള്ളിയുടെ ഒരു വിഷമം പോലെ പറഞ്ഞു. അപ്പൊ എൻ്റെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനിയും നമ്മള് കൊണ്ടാക്കി തിരിച്ചു വന്ന് ആളെ പിക്ക് ചെയ്ത് പോകുമ്പോഴേക്ക് ലേറ്റ് ആവും. അവിടെ ഒരു വലിയ ഡയറക്ടർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വയസ്സും അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫും നമ്മൾ മാനിക്കണം. ഞങ്ങൾ നടന്നു പോയിക്കോളാം എന്നുകൊണ്ട് ഞങ്ങൾ നടന്നുപോയി. സാർ അവിടെ ഇരിക്കുകയായിരുന്നു. സാർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ട് വെച്ച് എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ ഇത്ര നേരം, അതിന് ഫുൾ ക്രൂ വെയിറ്റ് ചെയ്യുക. ഞാൻ സാർ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല, ഷോട്ട് കഴിഞ്ഞിട്ട് പറയാം. ഇതാണ് എക്സ്പീരിയൻസ് ഉണ്ടായത്, വിച്ച് ഇസ് ഫ്രം എ ഫീമെയിൽ, വിച്ച് ഐ ഫെൽ ബാഡ്. എനിക്ക് സങ്കടമായി. ബിക്കോസ് സങ്കടം ആസ് എന്തിനാ അങ്ങനെ ചെയ്യണേ. അപ്പൊ അത് നിങ്ങളിപ്പോ ഒരുമിച്ച് ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് ഒരു സീൻ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു അഭിനയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള സീനിനോ അത് ബാധിക്കും? ഞങ്ങളെ കണ്ട സിസ്റ്റേഴ്സ് ആണെന്ന് തോന്നും, അത്ര സ്നേഹമാണ്. എന്നിട്ട് അവര് ഇതിൽ വരുമ്പോ അവര് വളരെ അത്ര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. അതെ അതെ അതെ. അതൊരു കഴിവാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അവര് ജീവിതത്തിലും ഇതിലും റീലിലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചേച്ചി? കൺസിഡറിങ് അവർ അങ്ങനെ ജീവിതത്തിലും സിനിമയിലും അഭിനയിക്കാന്ന് പറയുമ്പോൾ അവർക്കൊരു സ്വിച്ചിങ് ഇല്ലേ, അവർക്ക് റിയാലിറ്റി ആയിട്ട് സ്വിച്ചിങ്. ആ പേഴ്സണാലിറ്റി എത്ര ഫേക്ക് എന്നൊന്ന് മനസ്സിലാക്കിയ പോരെ. അവരെവിടെയാ ജെനുവിൻ ആവാറുള്ളത്? ഞാനിപ്പോ യൂസ് ടു ആയി. കാരണം നമുക്ക് ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ കണ്ട് എനിക്ക് ശീലമായി. ഞാൻ പറയാം എക്സ്പീരിയൻസ് ഫീമെയിൽ മെയിൽ എല്ലാം ഉണ്ട് എനിക്ക്. മെയിൽ ആയിട്ടുള്ള ഒരു ആക്ടർ ഇതേപോലെ ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടെ ഇരിക്കുന്ന സമയത്ത് പുള്ളി ഫ്രണ്ടിലിരുന്നു. ഫ്രണ്ടിലുള്ള സീറ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തു, ബിക്കോസ് ഈഗോ അടിക്കണ്ടെന്ന് വെച്ചിട്ട്. ആള് വണ്ടി കയറി ഉടനെ എന്നെ കൺട്രോളർ വിളിച്ചിട്ട് നമ്മൾ കേൾക്കെ പറഞ്ഞു, എന്നാ പിന്നെ യൂണിറ്റിലെ ആൾക്കാരും കൂടെ കയറ്റായിരുന്നില്ലേ വണ്ടിയിൽ നിന്ന്. ഞങ്ങൾക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കര, ഞങ്ങൾ വിചാരിച്ചു ഇയാളെന്താ ഇങ്ങനെ സംസാരിക്കണം, യൂണിറ്റിലെ ആൾക്കാരെന്താ മോശമാണോ, ആ ചേട്ടന്മാരും പണിയെടുക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും. എന്നിട്ട് അവിടുന്ന് തന്നെ പുള്ളി വേറെ കാറിൽ കയറിപ്പോയി. ഇതൊരു 2 ദിവസം റിപ്പീറ്റഡ്ലി പുള്ളി ഇങ്ങനത്തെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആക്ടർ ഈ സ്വഭാവം കാണിച്ച പുള്ളിയും കൂടെ ഒരു കാറിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം അടി ഉണ്ടാക്കി.
ഞാൻ നല്ലോണം ഞാൻ പറഞ്ഞു എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ആരാന്നാ വിചാരിച്ചത്. ഞാൻ നന്നായിട്ട് ഉണ്ടാക്കി. അപ്പം കാറിന്റെ ഷോട്ട് പൊക്കോണ്ടിരിക്കുക, ഫ്രണ്ടിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നുണ്ട്. ഡയറക്ടർ മറീന മിണ്ടല്ലേ എന്ന്. ഞാൻ പറഞ്ഞു സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ, താൻ എന്താന്ന് വിചാരം കൊണ്ട് ഞാൻ കുറെ പറഞ്ഞു. അപ്പോൾ ആൾക്ക് മനസ്സിലായി. ആള് പറഞ്ഞു താൻ റെഡി ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ലൈക്ക് ഞാൻ റെഡി ആകുമ്പോൾ നമുക്ക് ഷോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. എനിക്കന്ന് ശരിക്കും ഇൻസൾട്ടഡ് ആയിട്ടേ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് റിയാക്ട്. ബാക്കിയുള്ളവർ പേടിച്ചിട്ട് പറയില്ലാന്നേ. പേടി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഡയറക്ടർ പോയിട്ട് ആക്ടർ എടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ആക്ടർ പറയാം നാളെ മുതൽ ഞാൻ വരില്ല, അവളോട് സോറി പറയാൻ പറയാം, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വരില്ല, നിങ്ങൾ എല്ലാവരും യൂണിറ്റുകാരെല്ലാവരും വന്നിട്ട് സോറി പറയാൻ പറഞ്ഞെങ്കിൽ ഇവര് വലഞ്ഞു. കാരണം പ്രൊഡ്യൂസർ പൈസ ഇത്രയും നഷ്ടമാവും, ഡയറക്ടർക്കും ഈ കാല് പിടിച്ച് നടക്കണ്ടേ. അപ്പൊ എനിക്ക് പറയാൻ ഞാൻ തന്നെ പറഞ്ഞു. ഒന്നല്ല, ഈ പറയുന്ന പോലെ ഒരുപാട് ഇൻസിഡൻസ് മെറീനയ്ക്കുണ്ട്. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരുപാട് എണ്ണം വന്നപ്പം ഈ ഇൻഡസ്ട്രിയെ ഇങ്ങനെയാണ് ഹെൽപ്പ് വിത്ത് ദിസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് വിട്ടു പോകാൻ അപ്പൊ മെറീനയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല? ഇല്ല, ഈ ഇൻഡസ്ട്രിക്ക് ഒരു കുഴപ്പമില്ല. ഇൻഡസ്ട്രിയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ ഒരു ക്ലെൻസിങ് ആണല്ലോ ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ആക്ച്വലി ഒരു ക്ലെൻസിങ് ആണ് നടക്കുന്നത്. ഇത് വരട്ടെ. ഇതിപ്പം ചെയ്യാത്ത ആൾക്കാരും ചെയ്ത ആൾക്കാരും ഉണ്ട്. ചെയ്യാത്ത ആൾക്കാരും ഇതിൽ എഫക്റ്റഡ് ആണ് എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഇതിലൊരു ഒരു മൊത്തത്തിലൊരു എന്താ പറയാ അഴിച്ചുപണിയോ പൊളിച്ചുപണിയൊക്കെ നടക്കട്ടെ. അതിപ്പോ നമുക്ക് കിട്ടുന്ന പേയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കുള്ള ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു ചേഞ്ച് വരണം അല്ലെ. ഈവൺ ഇപ്പൊ ആൾക്കാർ ആരെങ്കിലും കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചോദിച്ചാൽ 4 വർഷം കഴിഞ്ഞ പണി വരും എന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ അവർ ഇന്നേ ചോദിക്കില്ല. അത് വരട്ടെ, ആ ചേഞ്ച് വരട്ടെ. അത് നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഈ ഇൻസൾട്ടിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ എപ്പോ വേണമെങ്കിലും ആൾക്കാർക്ക് ചെയ്യാം. അത് പിന്നെ അവരുടെ പ്രശ്നം അല്ലെ. അവർക്ക് മേ ബി ഇൻസെക്യൂർ ആയതുകൊണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ലൈക്ക് ഇപ്പൊ ആ ആക്ട്രസ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. മേ ബി ബിക്കോസ് ഷീ ഈസ് ഇൻസെക്യൂർ. ആളുടെ വർക്കിൽ ഇൻസെക്യൂർ ആണ്. ആൾക്ക് ഇത്ര കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ആള് ചിലപ്പോ ബാക്കി എല്ലാവരോടും അങ്ങനെ ചെയ്യുന്നുണ്ടാവും, എന്റെ അടുത്ത് മാത്രമായിരിക്കില്ല. അപ്പൊ ആൾക്കൊരു തോന്നലുണ്ടാവും ഞാൻ ഇന്ന ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറി വേറൊരാൾ അതിൽ കയറാൻ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമായിരിക്കും. ഇമ്മച്യൂർഡ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ടാവുക. ഇമ്മച്യൂരിറ്റി ഓഫ് കോഴ്സ് ഉണ്ടാവില്ലേ, അല്ലാതെ ഇങ്ങനെ കാണിക്കോ? അതാ ഞാൻ ചോദിക്കണേ. പ്രകടമായി കാണിക്കുമ്പോ എന്റെ അടുത്ത് നിന്ന് നെഗറ്റീവ് എനർജി അല്ലേ കിട്ടുന്നത്. തീർച്ചയായിട്ടും എന്നോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമോ അല്ലെങ്കിൽ ആ ജീവിതകാലം മുഴുവൻ ഈ വ്യക്തി എന്റെ ലൈഫിൽ വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കില്ലല്ലോ. എന്റെ സൈഡിൽ നിന്ന് നെഗറ്റീവ് വൈബ് എനർജി തന്നെ പോവുള്ളൂ. അപ്പം അത് നെഗറ്റിവിറ്റിയാണ് ഉണ്ടാക്കുന്നത്. സിനിമയിലേക്ക് മെറീന വന്നപ്പോ തന്നെ നല്ല എനിക്കും ഈ മൂവിയില് നല്ലൊരു നായികയാവണം, എല്ലാവരും ആ ഒരു ഇന്റൻഷനോടെയും ആ ഒരു ആഗ്രഹത്തോടെയുമാണല്ലോ എല്ലാവരും എത്തിപ്പെടുന്നത്. മെറീനയുടെ തുടക്ക സമയത്താണേ പോലും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മളിപ്പം കേൾക്കുന്ന തരത്തിലുള്ള ഒരു മിസ്ബിഹേവിയർ, അത് ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലോ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്നോ ആരുടെയെങ്കിലും ആക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നോ മെറീന എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ആളുകൾ നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ ഒരാൾ നിങ്ങളെ കയറി പിടിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അടിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന്. ഞാൻ വളരെ ഒരു പ്രൈവറ്റ് സ്പേസിലോ അല്ലെങ്കിൽ ഒരു ക്ലോസ് സർക്കിളിലോ എത്തിപ്പെടുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു ചേച്ചീനെ പോലെ കാണുന്ന ആള് അല്ലെങ്കിൽ ഒരു ബ്രദറിനെ പോലെ കാണുന്ന ഒരാള്, എനിക്ക് അത്രയും പരിചയമുള്ള ഒരാള്, ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആള് ചിലപ്പോൾ ഒരു സ്പേസിലെത്തുമ്പോൾ ഒരു പ്രൈവറ്റ് സ്പേസിലെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് കുറച്ച് പരിചയമുള്ള നമ്മൾ അവർക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ബ്രദർ എന്നെ കയറി പിടിക്കുമ്പോൾ ഞാൻ അയാളുടെ ഒരു സാധനം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ബ്രദറാണ്, എനിക്കൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. അപ്പൊ ആദ്യം ഒരു റിയാലിറ്റി സാധനം ഉണ്ടോ, ഇതെന്താ ഇങ്ങനെ നടക്കണത്, എന്താ ഇയാൾ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്റെ കൈയൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരാളോട് പൊന്തൂല, അടിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ കുഴഞ്ഞു പോകും ടു ബി വെരി ഫ്രാങ്ക്. കാരണം ഇയാൾ എന്നോട് ഇങ്ങനെ അല്ലല്ലോ ബിഹേവ് ചെയ്യണ്ടേ എന്നുള്ള സാധനമായിരിക്കും വരിക. പിന്നീട് അയാൾ ഒരു പരിധി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മള് റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നോ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നോ പറഞ്ഞ് ഇറങ്ങി വരാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബോൾഡ് ഞാൻ പറ്റില്ല നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് പോകുന്നു. പക്ഷെ എനിക്കത് വിഷമമായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരുപാട് പേരെ അടുപ്പിക്കാറില്ല എൻ്റെ ഒരു സർക്കിളിലേക്ക്. അപ്പൊ അതില് സ്പേസ് കണ്ടെത്തി ഒരു ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് വന്ന് പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അതൊരു എന്താ പറയുക, അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. അത് അവരുടെ മണ്ടത്തരാണ്. കാരണം നമ്മളൊരു സ്ഥാനം കൊടുത്തിട്ട് അവർക്ക് അത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദിയർ പ്രോബ്ലം. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പിന്നെ കംപ്ലൈന്റ്സ് പറയേണ്ടി വന്നിട്ടില്ല. അത് അവിടെ നിന്ന് തന്നെ തീരുമാനമാക്കിയിട്ടുണ്ട്. അല്ലാതെ പുറത്തുനിന്നൊന്നും ഒരാൾ വന്നിട്ട് അതെ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്ന സിനിമ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല.
ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ ഈ സിനിമയിൽ എത്തുന്നതിനെക്കാട്ടിലും ഡിഫിക്കൽട്ട് ആയിരുന്നു ഇതിൽ ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ എത്ര വർഷമായി? അപ്പൊ ഇതിൽ സർവൈവ് ചെയ്യണത് ആണ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇൻഡസ്ട്രി ആക്ച്വലി നല്ല ഇൻഡസ്ട്രി തന്നെയാണ്. ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഏത് സെക്ടേഴ്സ് എടുക്കുകയാണെങ്കിലും എല്ലാ സെക്ടേഴ്സിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയാം എപ്പോഴും നമ്മളിത് ഫിസിക്കലി അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് മാത്രം പുറത്തേക്ക് വരുന്നത്. അല്ലാതെ ഈ പാരവപ്പും ബാക്കിൽ നിന്നിട്ട് പണി തരുന്നതും ഒക്കെ ഏതും ഐ.ടിയിൽ പോയാലും കാണാം, ഹോസ്പിറ്റലിൽ പോയാൽ എല്ലാ മേഖലയിലും ഉണ്ട് ഈ ഒരു പറയുന്ന കുത്തിത്തിരിപ്പും നമുക്ക് അടി കിട്ടുന്നത് പരിപാടിയും ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇവിടെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ ആകുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ മസാല ചേർത്ത് കുറച്ചും കൂടെ ഫ്ലാഷി ആയിട്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയിലും കൂടെ ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇൻഡസ്ട്രി ഇസ് വെരി ഗുഡ്. കാരണം നമുക്ക് നല്ല വിസിബിലിറ്റി ആണ് ആൾക്കാരുടെ അടുത്ത്. നമ്മളൊരു പരസ്യം ചെയ്താലോ ഒരു സിനിമയിൽ ഒരു റോള് ചെയ്ത് അത് ഹിറ്റ് ആയി കഴിഞ്ഞാലോ ആളുകൾ കൂടുതൽ അറിയും. പൈസ നന്നായിട്ട് വരും. ഇനോഗ്രേഷൻസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൈസ വരും. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഈ തൊഴിൽ നിഷേധം എന്ന് പറഞ്ഞ കാര്യം അതാണ് മെയിൻ പ്രശ്നം. അതായത് ജോലി തരണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയണതും ഇത് കാരണം ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ആൾക്കാരുടെ പണി മുടക്കുന്നത് തന്നെയാണ് മെയിൻ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ആൻഡ് ഞാൻ പറഞ്ഞത് ഇതൊരു ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രിയാണ്. നമ്മളൊരു ആർട്ടല്ലേ ഉണ്ടാക്കുന്നത്. എന്ത് നമ്മൾ ചെയ്യണം. ഒരു സാധനം പെയിന്റ് ചെയ്താൽ നമ്മൾ വിറ്റ് ഒരാൾ ഇട്ട് കാണുമ്പോൾ നമുക്ക് അതിനൊരു സന്തോഷം ഉണ്ടാവില്ല. അതുപോലെയല്ലേ സിനിമയും. നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരു 10-50 പേര് വരുന്ന ഒരു ക്രൂ ആകുമ്പോൾ 50 പേർക്കും 50 അഭിപ്രായങ്ങളായിരിക്കും. അപ്പൊ അതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതും ഒരു ടാസ്ക് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഓരോ ഓഫർ വരിക, ഓരോ ചാൻസ് വരിക, ഓരോ മൂവിയിലേക്ക് വിളിക്കുമ്പോഴും ഇപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു, ഡയറക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും. പക്ഷേ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഫ്രണ്ടായിട്ട് കണ്ടു, പിന്നെ അവർ മിസ്ബിഹേവ്. അപ്പൊ ആ പറയുന്ന ആളും ഈ പറയുന്ന മേഖലയിലുള്ള ആളാണെങ്കിൽ പിന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇതും അതെങ്ങനെയായിരിക്കും? പിന്നെ ഇല്ല, എനിക്ക് പിന്നെ അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരുടെ കൂടെ. പക്ഷെ ഇൻ കേസ് അങ്ങനെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് സംസാരിച്ചത് അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ എന്റെ സൈഡിൽ നിന്ന് ഞാനൊരു നോ പറഞ്ഞാൽ അവർക്ക് റൈറ്റ്സ് നോ. അപ്പം ഇപ്പൊ ഞാനിപ്പോ ഒരു വലിയ പടം ചെയ്യാം, അതിൽ ഈ പേഴ്സൺ അതിന്റെ ക്രൂവിന്റെ ഒരു പാർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുന്നത് കരിയർ വൈസ് ഉള്ള സംസാരങ്ങൾ ഉണ്ടാവില്ലേ. അത് ഇപ്പം അടുത്ത ഷോട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഈ സീൻ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു അതുണ്ടാവും. അതർ ദാൻ ദാറ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള കാര്യം നിങ്ങൾ എന്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യരുത്. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെയും അവരുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ മെറീനയായിട്ട് വളരെ എന്താ പറയാ വളരെ മെച്ചുവേർഡ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്ത് പ്രൊഫഷണൽ വേയിലൂടെ മാത്രം അതിനെ കൊണ്ടുപോയി. അതിപ്പോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫീമെയിൽ എന്ന് പറഞ്ഞ വ്യക്തിയും ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും ഒരുപാട് സീനുകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ഐ നോ ലൈക്ക് ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ അത് ഈ വർക്ക് ചെയ്യുന്നതിനെ നമ്മൾ ഒരു രീതിയിൽ അത് ബാധിക്കേണ്ട ആവശ്യമില്ല. വർക്ക് ഇസ് വർക്ക് അല്ല. വേറെ ഏതെങ്കിലും ഇപ്പൊ മെറീനയ്ക്കുള്ള ഇൻസിഡന്റ് മെറീന അവിടെ നോ പറയുന്നുണ്ട്, അതിനുള്ള ഒരു ബോൾഡ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. മെറീനയുടെ കൂടെ തന്നെ സെറ്റിലുണ്ടായ മറ്റ് ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ ഇതേപോലെ ഒരു ക്രൈസിസിലൂടെ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അവർക്ക് അതിപ്പം ഇങ്ങനെയെന്നല്ല, അവർക്ക് ഫുഡ് കിട്ടുന്ന കാര്യത്തിലോ ഈ പറയുന്ന പോലെ പിക്കപ്പിന്റെ കാര്യത്തിലോ അങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും അവർക്ക് അവിടെ ഒരു പരിഗണന കിട്ടുന്നില്ല, അവർക്ക് അവിടെ വേണ്ട രീതിയിൽ ഒരു സെക്യൂരിറ്റി വരുന്നില്ല എന്ന് കണ്ടിട്ട് എപ്പോഴെങ്കിലും പ്രതികരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്കൊരു ക്യാരവാനോ അല്ലെങ്കിൽ ഒരു റൂമോ തന്നിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഞാൻ പറയുള്ളൂ. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ആ ടേം തന്നെ ശരിയാണെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഡ്രസ് ചേഞ്ച് ചെയ്യണം, വാഷ്റൂം പോകണം, ചേച്ചിമാരൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈവൻ സ്വാസിക പോലും, സ്വാസിക ആസ് എ വെരി ഗുഡ് ഫ്രണ്ട്, സ്വാസിക ഒത്തിരി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഈ ചെറിയ ചെറിയ രീതിയിൽ ഗ്രോ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ആ എക്സ്പീരിയൻസസ് മനസ്സിലാവും. പിന്നെ ചില കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ എല്ലാരെയും ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷന് എപ്പോഴും നമുക്ക് എല്ലാരെയും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അവർ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ കൂടെയുള്ള ആർട്ടിസ്റ്റുകളും ഇതൊക്കെ ഒന്ന് സഹായിച്ചാലും സപ്പോർട്ട് ചെയ്താലും ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ ഇപ്പം രാവിലെ 6 മണിക്ക് ഷൂട്ട് തുടങ്ങി വൈകിട്ട് 6 മണി വരെ ആ ചേച്ചിക്ക് വാഷ്റൂമിൽ പോകാനുണ്ടെങ്കിൽ അത് ചേച്ചി ഇവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ലേഡി കിടന്ന് സ്ട്രഗിൾ ചെയ്യും. നമുക്ക് അറിഞ്ഞൂടെ എന്തോരം പെയിൻ ആണ് അതെന്നുള്ളത്. അപ്പം അത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് നമ്മളടുത്ത് കംപ്ലൈന്റ്സ് പറയാറൊന്നുമില്ല. കഴിഞ്ഞ ദിവസമാണ് മരീന മൈക്കിൾ ഒരു കാർ സ്വന്തമാക്കിയത്. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശിയായ മരീന മൈക്കിൾ കുരിശിങ്കൽ കോഴിക്കോട്ടെ ടാറ്റ മോട്ടോഴ്സ് ഡീലർഷിപ്പായ റോത്താന മോട്ടോഴ്സിൽ നിന്നാണ് തൂവെള്ള നിറമുള്ള ടാറ്റ നെക്സോൺ സ്വന്തമാക്കിയത്. ഏപ്രിൽ ടാറ്റ മോട്ടോഴ്സ് പുതുതായി അവതരിപ്പിച്ച XZ+ വേരിയന്റ് ആണ് എബി എന്ന സിനിമയിലൂടെ നായികയുമായി മാറിയ മരീന മൈക്കിൾ കുരിശിങ്കൽ സ്വന്തമാക്കിയത്. 120 HP പവറും 170 Nm ടോർക്കും നിർമ്മിക്കുന്ന 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലും 110 HP പവറും 260 Nm ടോർക്കും നിർമ്മിക്കുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിലും ടാറ്റ നെക്സോൺ ലഭ്യമാണ്.
വലിയ പേരുകൊണ്ടും മികച്ച അഭിനയം കൊണ്ടും മലയാളത്തിൽ ആരാധകരെ നേടിയെടുത്ത താരമാണ് മറീന മൈക്കിൾ. ചുരുണ്ട മുടിയും ക്യൂട്ട് ചിരിയുമായി അഭിനയത്തിലും മോഡലിംഗിലും തിളങ്ങുന്ന മറീന മൈക്കിൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സജീവം തന്നെയാണ്. അഭിനയത്തിലും മോഡലിംഗിലുമായി മലയാളികളുടെ പ്രിയങ്കരിയാണ് മറീന. സ്റ്റൈലൻ ചിത്രങ്ങളുമായി വന്ന ആരാധകരുടെ മനം കവർന്ന നടിയുടെ പുതിയ ചിത്രങ്ങളും പതിവ് തെറ്റിച്ചിട്ടില്ല. മലയാളത്തിന് പുറമെ തമിഴിലും നടി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ താരത്തിന് ആരാധകർ കൂടുതലും കേരളത്തിലാണ്. പൂർണ്ണമായും ഒരു മോളിവുഡ് താരമാണ് മറീന മൈക്കിൾ. ചെറുതും വലുതുമായി അനവധി സിനിമകൾ നടി മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. വേഷങ്ങളുടെ വലിപ്പച്ചെറുപ്പം താരത്തെ ഒരു രീതിയിലും ബാധിക്കാറില്ല. ചെറിയ വേഷങ്ങൾ അനവധി ചെയ്തു വന്ന താരം മലയാളികളുടെ മനസ്സിൽ കയറുന്നത് ഹാപ്പി വെഡിങ് എന്ന സിനിമയിലൂടെയാണ്. ചിത്രത്തിലെ സോഫിയ നടിയുടെ മികച്ച വേഷമായിരുന്നു. വെറും കൊമേഴ്സ്യൽ വേഷങ്ങളും അഭിനയ പ്രാധാന്യവുമുള്ള വേഷങ്ങളും നടി ചെയ്യാറുണ്ട്. സിനിമയോടൊപ്പം ഷോർട്ട് ഫിലിമുകളിലും നടി സജീവമാണ്. മോഡലിംഗ് ചെയ്യുന്ന നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വളരെ പെട്ടെന്നാണ് ഹിറ്റാകുന്നത്. കഴിഞ്ഞ വർഷം നടി മലയാളത്തിൽ നിരവധി ചിത്രങ്ങളും ചെയ്തിട്ടുണ്ട്.